ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏട്ടനാണ് ഇന്ന് കണി. ഏട്ടനാ ഇന്ന് കണി. ഓ, നിച്ചൂട്ടിയുണ്ട് കണി. എവിടെ പോന്നെ കണ്ണാ? എടാ അമ്പലത്തിൽ പോന്നാ? കുളിച്ച് സുന്ദരിക്കുട്ടി ആയാ? അപ്പൊ നിച്ചൂട്ടി പറഞ്ഞ പോലെ നമ്മളൊന്ന് അമ്പലത്തിൽ പോകാൻ പോവുന്നേ. രാവിലെ തന്നെ കുളിച്ച് 2 ദിവസം അടുപ്പിച്ചിട്ടായി തോന്നല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വ്ളോഗ് കാണുന്ന. അപ്പൊ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടേ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് വിശേഷങ്ങളെല്ലാം കാണാം. എന്നാടാ മറന്നുപോയേ? എന്താ ടവലെടുത്തിനമ്മ? അമ്മന്റെ ഇത് നിച്ചുവിന്റെ ടവൽ തന്നെ അമ്മക്കും മതി കേട്ടാ. ഓക്കേടാ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 7 മണിയെല്ലാം ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഞാനും നിച്ചൂട്ടിയും അച്ഛനും അമ്മയും ഏട്ടനും നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം നിച്ചൂട്ടി രാവിലെ എണീച്ചുകൊണ്ട് ആ ഒരു പകുതി ഉറക്കം മൂടിൽ ഇങ്ങനെ നിൽക്കുന്നത്. രാവിലെ എണീച്ച് കുളിപ്പിക്കുമെല്ലാം ചെയ്തില്ലേ. രാവിലെ നമുക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും അല്ലേ. വൈകുന്നേരം പോകുന്നത് വേറൊരു വൈബാണ്, എന്നാലും രാവിലെ പോകുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. എൻ്റെ ഡ്രസ്സും നിച്ചൂട്ടീൻ്റെ ഈ ക്ലിപ്പും ഒക്കെ നമ്മുടെ സജിത ചേച്ചി, നമ്മുടെ സബ്സ്ക്രൈബർ സജിത ചേച്ചി ഗിഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് എൻ്റെ ഡ്രസ്സ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, എല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ നിച്ചൂട്ടിക്ക് കുറേ ക്ലിപ്പും മാലയും വളയും അങ്ങനെ കുറേ സെറ്റായിട്ട് തന്നിട്ടുണ്ടായിന്. അപ്പം ചേച്ചി ഇതാ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ നല്ലൊരു ദിവസമായിട്ട് തന്നെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ചാലയൊക്കെ എത്തുമ്പോൾ നല്ല മഴ കേട്ടോ. അവിടെ വീട്ടിലൊന്നും ഉണ്ടായില്ല. ഇറങ്ങുമ്പം അവിടെ എത്തുമ്പോഴേക്ക് നല്ല മഴ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ണൂർ ജില്ലക്കാരൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കും. മറ്റ് കുറേ ജില്ലകളിൽ നിന്നും ഈ അമ്പലത്തിലേക്ക് വരാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. സുബ്രഹ്മണ്യനാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് വരുന്നത്. പിന്നെ ബാക്കി കുറേ പ്രതിഷ്ഠകളുണ്ട്. ശാസ്താവും ഗണപതി ഭദ്രകാളി പ്രതിഷ്ഠയെല്ലാം ഉണ്ട്. കൂടാതെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് നാഗപ്രതിഷ്ഠ. പാമ്പിനെ പൂജിക്കുന്നുണ്ട്. ഇവിടെ നാഗപ്രീതിക്കായിട്ട് സർപ്പബലിയും അതുപോലെ 100 പാലും വഴിപാടൊക്കെ നടത്താറുണ്ട് കേട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം പാമ്പിനെ പേടിയുണ്ടെങ്കിൽ നമ്മൾ പെരളശ്ശേരി പോയിട്ട് പാമ്പിന് മുട്ട കൊടുത്താൽ മതിയെന്ന് ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ, ഒരു വഴിപാടാണ്. നമ്മളിവിടെ പോയിട്ട് 100 പാലും കഴിപ്പിക്കുക, അതുപോലെ സർപ്പബലി വഴിപാട് കഴിപ്പിക്കുക. പിന്നെ മുട്ട വഴിപാടും ഉണ്ട്. അതായത് നമ്മൾ മുട്ട തരുമോ അവിടുന്ന്, അത് മേടിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച സ്ഥലമുണ്ട് നാഗത്തിന്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മൾ കൈ കൊണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നേർന്നിട്ടുണ്ടായിന് കേട്ടോ. അതെല്ലാം ഞാനും അമ്മയും കൂടെ ചെയ്തു. നമുക്ക് എല്ലായിടത്തുനിന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, ഉള്ളിലേക്ക് നമ്മൾ ക്യാമറ അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിഷ്ഠയുണ്ട് ഒരു സൈഡിലായിട്ട്. അവിടെയാണ് നാഗപ്രതിഷ്ഠയുള്ളത്. അവിടെയാണ് നമ്മൾ മുട്ടയൊക്കെ കൊടുക്കുന്നത്. ഇവിടെ പോകുന്നവരെല്ലാം പ്രധാനമായിട്ടും ആ വഴിപാടുകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പെരളശ്ശേരി പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ആകർഷണമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുളമാണ്. ആ കുളം ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച ഒരു കുളമാണ് കേട്ടോ. അത് നല്ല ആഴത്തിൽ നമുക്ക് കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകണം, എന്നാലാണ് ആ കുളത്തിലെത്തുക. ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇങ്ങനെ സൈഡൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കി ആ സ്റ്റെപ്പ് തന്നെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോയാലാണ് ആ കുളത്തിലെത്തുക. അപ്പോൾ ഞാൻ കുളത്തിൽ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അങ്ങനെ തൊഴുതിറങ്ങി വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിനെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡാമിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പൈപ്പൊക്കെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒന്ന് ഇറങ്ങിയിട്ടെല്ലാം നോക്കാം. ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിച്ചൂട്ടി ഇറങ്ങിയിട്ടില്ല കേട്ടോ, കുറേ സ്റ്റെപ്പ് ഇറങ്ങാനില്ലേ. ആ കുളത്തിലുണ്ടല്ലോ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. എത്രപാട് മീനറിയാം. നമ്മൾ കാലിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കാലിന് വന്നിട്ട് അതിങ്ങനെ കൊത്തുന്നു, കിക്കിളിയാക്കുന്നു. നമ്മുടെ ഫിഷ് സ്പാ എല്ലാം ചെയ്യല്ലേ, ആ ഒരു എഫക്റ്റ് കേട്ടോ. കുറേ പറഞ്ഞു നീ വെച്ച് നോക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാവുന്നത്. മീനിങ്ങനെ വന്നിട്ട് ആക്കുമ്പം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഏട്ടൻ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുത്തേ. പിന്നെ അവിടെ നമ്മൾ ആടി ഇരുന്നിട്ട് കുറച്ചിങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് അപ്പം അപ്ഡേറ്റ് കിട്ടുന്നുണ്ടാവും നമ്മൾ പോകുന്നതും വരുന്നതും എല്ലാം. അവിടെ ഇരുന്ന് കുറേ ആളിങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അന്തരീക്ഷം, ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലുണ്ട്.
പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് കയറി. അത്യാവശ്യം കുറേ സ്റ്റെപ്സ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി ഇനിയിപ്പം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോഴേക്ക് സമയമായല്ലോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കട്ടെ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയേ. ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വണ്ടി കയറാൻ പോകുന്നേ. വലിയ തിരക്കൊന്നുമില്ല അമ്പലത്തിൽ, അതുകൊണ്ട് കമാൻ കയറ്റായിട്ടുള്ള അന്തരീക്ഷമാണ്. ചേട്ടാ നിന്റെ ഷർട്ട് ഒന്നാടാ. അതുകൊണ്ടാണ് ഞാൻ ഷർട്ട് ഇടാത്ത, മനസ്സിലായ? ഈ ഷർട്ടിന്റെ തുണി അങ്ങനെ ആയോണ്ടാണ്. അതുകൊണ്ടാണ് ഇടാത്ത. അച്ഛനും മോനും നല്ല വേർപ്പാണ്. നമുക്ക് വേർക്കും, കറുപ്പാകുമ്പോ കാണുകയില്ല, അതുകൊണ്ടാണ് കറുപ്പ് ഇടുന്നത്. അപ്പൊ നമ്മള് തൊഴുതിറങ്ങി നേരെ വീട്ടിലേക്ക് വിടുവാന്നേ. എന്തൊരു ചൂട് അറിയാം, നല്ല മഴക്കാറുണ്ട് അല്ലേ? ആകാശത്തല്ലതാ ഒരു മഴക്കാർ പോലെ ഉണ്ട്. മഴ കിട്ടുകയും ചെയ്തില്ല. ഇങ്ങോട്ട് വരുമ്പോ ഒരു മഴ കിട്ടുകയും ചെയ്തു. പക്ഷെ ഭയങ്കര ചൂട്, നടക്കുമ്പോല്ലാം നല്ല ചൂടുണ്ട്. ഇവിടെയൊന്നും ആ മഴ തീരെ പെയ്തിട്ടാവുന്ന കേട്ടോ, തീരെ നനവില്ല. പോവിച്ചോ പോവാ വേർത്ത് കുളിച്ച് അമ്പലത്തിലെല്ലാം പോയിട്ട് എത്തി. വേഗം പണിയെല്ലാം തീർത്തേ. ഉച്ചക്കേക്കുള്ള ലഞ്ചെല്ലാം ഉണ്ടാക്കി വെച്ചു. ഒരു കുരു വരം കണ്ട സ്ഥലം നോക്കണം. എൻ്റെ അപ്പ എന്ത് വേദന അറിയാതെ പണ്ടാരം ഇന്നലെ വന്നതാണ്. ഇന്നത്തേക്ക് അത് നല്ലോണം വലുതായിട്ടുണ്ട്. നിച്ചൂട്ടി നല്ല ഉറക്കാം. ഇന്ന് രാവിലെ 6 മണിക്ക് എണീപ്പിച്ചില്ലേ, അതുകൊണ്ട് പിന്നെ ആ ഉറക്കത്തിൽ വരുമ്പോൾ വണ്ടീനെ ഉറങ്ങിയതാ. ഇതുവരെ എണീച്ചിട്ടില്ല, കാര്യമായിട്ടൊന്നും തിന്നിട്ടും ഇല്ല. അതാണ് എൻ്റെ ടെൻഷൻ. ഏതായാലും ഉറക്കം ശരിയാവട്ടെ. അതിൻ്റെ ഇടയിൽ എണീപ്പിച്ചാൽ പിന്നെ കഴിക്കൂലല്ലോ, എന്തായാലും കഴിക്കൂല. അപ്പൊ അമ്മ നിച്ചൂട്ടിന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇന്നലെ ഞാൻ നിച്ചൂട്ടിക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞേ. നമ്മൾ റീൽസ് കാണുമ്പോൾ ഇന്നാളെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിച്ചൂട്ടി അമ്മ എനിക്കിത് വേണമെന്ന് പറഞ്ഞേനെ. അപ്പൊ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചതേ. അപ്പൊ പിന്നെ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത്. എടാ എന്നാക്കുന്നേനാ നിച്ചനൊരു സാധനം ആക്കുന്നവനാ. ഐസ്ക്രീം ലൈക്ക് ഒരു സാധനം ആക്കിട്ട് വിളിക്കേ. ഉണ്ടാക്കുന്ന അറിയാം, ഫ്രൂട്ട് സാലഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡറും പിന്നെ പാലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ വാങ്ങി വെച്ചതാണ് ആക്കാൻ വേണ്ടിയിട്ട് പാലെല്ലാം. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ സമയം കിട്ടിയിട്ട്. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കാം. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റെല്ലാം കഴിഞ്ഞേ, ഇനി വേഗം ഉണ്ടാക്കട്ടെ. ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ആക്കുന്നത്. ഇല്ലാളെ പോലെ എക്സ്പേർട്ടിനെ പോലെ ആക്കുന്നുണ്ടാവും. നിങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതുവരെ ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. എളുപ്പമാണെന്ന് വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആക്കാൻ മുതിർന്നിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിക്കണം. അതിനായിട്ട് പാല് ഒഴിച്ചിട്ടുണ്ടേ. അപ്പൊ ഞാൻ കസ്റ്റാർഡ് പൗഡർ ഒരു 3 സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യത്തെ പാല് അവിടെ തിളക്കുന്നുണ്ടേ. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ പാലിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോ നമുക്ക് ഇവിടെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ അളവും കറക്റ്റ് ആയിട്ട് അറിയില്ലേ, ഏകദേശം ഫസ്റ്റ് ടൈം ഒന്ന് ആക്കി നോക്കുന്നതാണ്. അതിന് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ടിടാം. നമ്മൾ മിക്സിനകത്തേക്ക് ഒഴിച്ചേ. ഇനി ഇത് കുറച്ച് കുറുക്കി എടുക്കണം, കുറച്ച് തിക്കായിട്ട് വരുന്ന വരെ കുറുക്കി എടുക്കാം. കുറച്ച് നല്ലോണം കുറുകുമ്പോ ഇറക്കി വെച്ചേ. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതൊന്ന് ഇവിടുന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അപ്പൊ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ പേസ്റ്റ് ഇതാ ഒരു ബൗളിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു നല്ല ഇതിനേക്കാളും കുറച്ചും കൂടെ യെല്ലോ കളറിലായിട്ട് കാണുന്നുണ്ട്. ഇതിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇടാം. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായ കുറച്ച് ടേസ്റ്റ് തോന്നുന്നുള്ള ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതാ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ബൗളിനകത്തേക്ക് മാറ്റി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് സെർവ് ചെയ്തിട്ട് കഴിക്കാം.
നനിച്ചോ നാച്ചനോട് ചോദിച്ചോ എങ്ങനെ ചോദിച്ചു വെക്കല് കാണുന്നില്ല എന്നെ നിച്ചോ മതി മതി വാ എന്തിനാ കഴുകുന്നേ നിന്റെ വണ്ടിക്ക് ചളിയാ അതെയാ ഓ അച്ഛൻ നിന്നെ സഹായിക്കുന്നയാ ആയിക്കോട്ടെ വൃത്തി കഴുകണേ കേട്ടാ മതി മതി വെള്ളം കളയാലാ ഓഫാക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കുന്നേ ഇല്ല. നമ്മൾ നീച്ചുട്ടി കൊതിയോടെ നോക്കുന്നുണ്ടാ തോന്നുന്നു. തണുക്കുന്നേ ഇല്ല, കുറേ വട്ടമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 മണിക്കൂറോളം വെക്കണം, നല്ല തണുക്കും. ക്ഷമയില്ലാത്തോണ്ടാന്നേ. മുറ്റത്തുനിന്ന് ഘോരമായിട്ട് വണ്ടി കഴുകലാന്ന് കാണുന്നത് കേട്ടോ. അച്ഛനും മോളും കൂടെ ജോറ് വണ്ടി കഴുകലാന്ന്. അപ്പോഴേക്കും ഇത് തണുക്കട്ടെ. തണുക്കാണ്ട് പിന്നെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം തണുപ്പോടെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടേ. ഇതാ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ബൗളിലാക്കിട്ട് ഈ കൊച്ചി പാറിന് കൊടുക്കട്ടെ. ഈ കൊച്ചി പാറ കുറെ നേരമായി. കൊച്ചി പാറിന് മുഖം കാണിച്ചു കൊടുത്തേ. ആക്കട്ടെ. അമ്മ വലിയൊരു സ്പൂൺ എടുക്കട്ടെ. ഇത് കുഞ്ഞു സ്പൂൺ, നിച്ചൊരു തിന്നാൻ വേണ്ടിട്ട് അമ്മ ഈ സ്പൂൺ എടുത്തേ. എങ്ങനെയുണ്ട് ടേസ്റ്റ് പറ? ഇഷ്ടായിനാ? യമ്മി? വായോട് പറ. മാമ തിന്നോട്ടാ. ഏട്ടാ എങ്ങനെയുണ്ട്? എനിക്ക് തന്നില്ലല്ലോ. നോക്ക് തരാ. ശരിക്കും ആയിനാ? ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയിട്ടാ അല്ലേ? നെയ്ച്ചുട്ടി തന്നോ? ഏട്ടാ ഞാൻ കൊണ്ടുതരാ. പിന്നെ അച്ഛനും അമ്മക്കും എല്ലാവർക്കും കൊടുത്തേ. അവർക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലുണ്ട് കേട്ടാ. ഞാൻ ഫസ്റ്റ് ആക്കുന്നോണ്ട് ഫെയിലായി പോവോന്ന് വിചാരിച്ചിന്. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുമല്ലോ. ആ കസ്റ്റാർഡ് പൗഡർ മാത്രം ഉണ്ടായാൽ മതി, പിന്നെ പാലല്ലേ വേണ്ടു. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഐഡിയ ആയി. കുറച്ചും കൂടെ തണുപ്പിക്കാൻ വേണമെങ്കിൽ നമ്മൾ അധികം തണുപ്പിച്ചിട്ടുണ്ട്. നിച്ചു അപ്പാട് കഴിക്കുന്നോണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ നിങ്ങൾ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടാവും, ചിലവെല്ലാം മുന്നേ ആക്കുന്നത് തന്നെയായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നല്ല നിലത്തെല്ലാം ആക്കി.